അടുത്തതായി കൊളംബസിലെ പ്രമുഖ നടീനടന്മാർ അണിനിരക്കുന്ന ഒരു ഹാസ്യ നാടകം ബൈബിളിൻ മറയത്ത്. നേർച്ച കഴിക്കാനായി വേളാങ്കണ്ണിയിലേക്ക് തിരിക്കുന്ന ഒരു നസ്രാണി കുടുംബത്തിൻ്റെ തീർത്ഥയാത്രയുടെ ഹാസ്യാവിഷ്കാരമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. സൂപ്പർ മെഗാസ്റ്റാർ ലഫ്റ്റനന്റ് കേണൽ ഭരത് ഉണ്ണിമാഷും ഓസ്കർ അവാർഡിനായി സ്വന്തം പേര് നോമിനേഷൻ നൽകി കാത്തിരിക്കുന്ന ജനപ്രിയ നടി, യുവജനങ്ങളുടെ ഹരമായ മിസ് ജിജി ബികോം ഫസ്റ്റ് ക്ലാസും തകർത്തഭിനയിക്കുന്ന ഈ നാടകത്തിൽ അണിനിരക്കുന്നു നിങ്ങളുടെ മറ്റു പ്രിയ താരങ്ങൾ ധനുഷ്, പ്രമോദ്, തോമസ്, അരുൺ. ഇവർ അവതരിപ്പിക്കുന്ന പുതുമുഖങ്ങൾ മാസ്റ്റർ നിഖിൽ, കുമാരി ആതിര. നാടകം അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. ക്ഷമയോടെ കാത്തിരിക്കുക. എന്റെ പ്രാർത്ഥന കേട്ടു, എന്റെ മാനസം കണ്ടു, ഹൃദയത്തിനത്താരയിൽ തന്നെ അഴകിൽ കൂലികൾ മാറ്റി, ഹൃദയത്തിനത്താരയിൽ തന്നെ അഴകിൽ കൂലികൾ മാറ്റി. യേശുവേ, എന്നെ എൻ്റെ കുടുംബത്തെ എൻ്റെ മക്കളെ എല്ലാവരെയും യേശുവെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, ചപ്പച്ചടി ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ ഇടയ്ക്ക് കളിക്കല്ലേ, അവളൊന്നും കാണിച്ചില്ലല്ലോ. കുറിച്ച് വരയ്ക്കോ കേട്ടോ. എൻ്റെ അമ്മേ, എൻ്റെ മകൻ്റെ 8 വർഷം പഴക്കമുള്ള മദ്യപാനം രക്ഷിക്കാൻ വേണ്ടി അമ്മ കഷ്ടപ്പെട്ടു. പ്രാർത്ഥനയാണോ അതോ സർക്കസ് ആണോ ഇവിടെ? എന്തായത്? ആത്മശാന്തി കിട്ടണോ? മനസമാധാനത്തോട് ഏകാഗ്രമായിട്ട് പ്രാർത്ഥിക്കണം. ആയിക്കോട്ടെ. എന്റെ പിതാവേ, എന്റെ വേളാങ്കണ്ണി മാതാവേ, അമ്മയോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് 8 വർഷം പഴക്കമുള്ള മദ്യപാനമാണ് അമ്മ മാറ്റി തന്നത്. ആ മകനെ അമ്മയുടെ നടയിൽ കൊണ്ടുവന്ന് മൊട്ടയടിപ്പിച്ച് ഞങ്ങൾ തിരിച്ചു വരും. ആ യാത്രയ്ക്ക് അമ്മ ഒരു തടസ്സം ഉണ്ടാവില്ല. ഞങ്ങളുടെ നേർച്ച അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അമ്മയെ ഞങ്ങൾക്ക് അങ്ങോട്ട് വരാനുള്ള അനുഗ്രഹം തന്നെ അനുഗ്രഹിക്കണേ അമ്മ. സ്വർഗസ്നായ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചുകൊണ്ട് അറിയില്ലേ? സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. എന്റെ മോളിക്കുട്ടി, അങ്ങയുടെ രാജ്യം വരണേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലോ. ആ കോഴിക്കോടോ വേളാങ്കണ്ണിക്കാ പോകുന്നത്? ആ കോഴിക്കോട് തുറന്നു കിട്ടാം. എന്തെല്ലാം പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോ കോഴിക്കോടിന്റെ കാര്യം പറയുന്നത് എന്തിനാ? ആ കോഴിക്ക് തീറ്റി കൊടുക്കാൻ മേലെ. കോഴിക്ക് തീറ്റി കൊടുക്കാൻ നീ പ്രാർത്ഥിക്കാൻ നോക്ക്. പരിശുദ്ധ മറിയമേ, അന്തരേന്ത്യ അമ്മേ, ഒരേ ഒരു ചെറുപ്പം കുടി നിർത്തി ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് അപേക്ഷിച്ചിരണേ അമ്മേ മാതാവേ. ആ കഞ്ഞി തിളച്ച് പൊങ്ങും അവിടെ. ആ കഞ്ഞി അടുക്കള തിളച്ച് പൊങ്ങുന്ന കണ്ടോ? പൊങ്ങുന്നെങ്കിൽ ഒരു ഇഷ്ടി എടുത്ത് താന്ന് പൊക്കോളൂ. എന്താണ് അമ്മ ആ ചെറുക്കൻ കള്ളുകൂടി നിർത്താൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണോ ആ കാവൻ കള്ളുകൂടി നിർത്തിയത്? നേരത്തെ നീയാണോ വേളാങ്കണ്ണി ചെന്ന് അവന്റെ മുടിയിറക്കാവുന്നത്? മുടിയിറക്കാൻ നേരത്തെ ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. അമ്മ എനിക്ക് എല്ലാം നേടി തന്നിട്ടുണ്ട്. അമ്മേ, എന്റെ പൊന്നമ്മേ, എന്റെ വേളാങ്കണ്ണി അമ്മ, എനിക്കൊരു കാര്യം അമ്മയോട് പറയാനുള്ളത്. അവനെ ഇവിടുന്ന് രാവിലെ കുടിക്കാനായിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്ന സുഖു, രഞ്ജിത്ത്, ദിനേശ്, ഇവന്മാരുടെ എല്ലാം മണ്ടേന്ന് ഇടുക്കി വീഴണേ. മണ്ടേ മാത്രമാകണ്ട, ട്യൂസ്ഡേയിലും വെനസ്ഡേയിലും സൺഡേയിലും ഒക്കെ അങ്ങ് ഇടുത്തി വീഴണേ. ആഴ്ച ഒരു ദിവസം പോലും ഇവന്മാർ തലപൊക്കി എന്നെ ഇറക്കിനെ വിളിച്ചോണ്ട് പോകും. എന്റെ അമ്മ മാതാവേ, എനിക്ക് അമ്മയോട് പറയാനുള്ളത്, ആ മകൻ ഇതുവരെ വീട്ടിലോട്ട് കയറി വന്നിട്ടില്ല. അമ്മേ, ആ മകന് സ്വബുദ്ധി കൊടുക്കണേ അമ്മേ. അവന്റെ തലയിൽ പിശാച് കയറിയേക്ക് അമ്മേ. അമ്മയുടെ വലിയ കരുണ കൊണ്ട് അവനിലുള്ള പിശാച് അമ്മയുടെ വലിയ കരുണ കൊണ്ട് വിട്ടുപോട്ടെ. ഭീഷണിപ്പെടുത്തു. വിട്ടുപോട്ടെ പിശാച്, വിട്ടുപോട്ടെ. സണ്ണിച്ചിലുള്ള പിശാച് വിട്ടുപോട്ടെ. എങ്ങനെ പോട്ടെ തനിച്ചൻ, വിട്ടുപോട്ടെ പിശാച്, വിട്ടുപോട്ടെ തനിച്ചൻ, പിശാച് വിട്ടുപോട്ടെ. അത് ശരി, അത് കൊള്ളാലോ. ഒരുങ്ങി വരാൻ പറഞ്ഞിട്ട് വിട്ടുപോളാൻ ഞാൻ പോവാ. എടാ, അമ്മച്ചി പ്രാർത്ഥിച്ച് നിന്നിലുള്ള പിശാച് വിട്ടുപോകട്ടെ നാടാ. എന്നാ നീ എന്താ വർത്തമാനം പറയുന്നത്? ഈ കോലം കണ്ട ഏതെങ്കിലും പിശാചി ഇവിടെ വന്നിരിക്കുമോ? അപ്പോഴേ അത് ജീവിതം കൊണ്ട് വിട്ടു പോകത്തില്ലയോ? എന്നാ കോല വേണായത്? ഇച്ചിരി വൃത്തിയും എനിക്കൊക്കെ നടക്കാൻ പഠിക്കുക കേട്ടോ. സ്റ്റൈലല്ലേ? എന്താ സ്റ്റൈല്? അന്യൻ. ഈ സ്റ്റൈലോട്ട് ഇനി നടന്നാൽ ഈ വീട്ടിൽ നീ എന്നേക്കും അന്യനാവും. ഇറക്കി വിടുവന്ന കർത്താവ് പറഞ്ഞിരിക്കുന്ന സ്വന്തം വീർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കണമെന്ന് അറിയാമോ? ആണോ? എന്നൊരു കാര്യം, അമ്മ അപ്പം ചുടുമ്പോ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. എന്നാ ഞാൻ ആ വേർപ്പ് കൊണ്ട് അവിടെ ഇടാം. എന്നിട്ട് ഏട്ടാ, അപ്പം തിന്നാണ് എന്റെ വേർപ്പ് അപ്പത്തിന്റെ വിളക്കോഷോ? അല്ലാതെ പിന്നെന്താ? പോയി മര്യാദക്ക് ഈ മുടി ഇറക്കി നമുക്ക് നേർച്ച നടത്തണം. നിന്റെ അമ്മ നേർന്നതാണ്. അപ്പൊ ഈ മുടി ഇറക്കി കഴിഞ്ഞാൽ നീ അതിനൊക്കെ ഒരു കല്യാണമൊക്കെ ഞാൻ നടത്തി തരാം കേട്ടോ. നമ്മൾ എങ്ങനെയാ പോകുന്നത്?
എങ്ങനെ പോകുന്ന വെച്ചാ ഇവിടുന്ന് ഓട്ടോറിക്ഷയ്ക്ക് കോട്ടയം വരെ ഓട്ടോറിക്ഷയിൽ പോകും. റെയിൽവേ സ്റ്റേഷൻ വരെ. അത് കഴിഞ്ഞ് ട്രെയിനെ കയറി നാഗപട്ടണത്ത് ഇറങ്ങും. അവിടുന്ന് ബസ്സേ കയറി നമ്മളങ്ങ് പോകും. പക്ഷെ അമ്മച്ചി നേർച്ച നടന്നേക്കുന്ന ഇങ്ങനെയൊന്നും അല്ല. നമുക്ക് നേർച്ച വലിക്കണമെങ്കിൽ നടന്ന പദയാത്രയായിട്ട് പോയെങ്കിലേ നേർച്ച വലിക്കുള്ളൂ. അറിയാമോ? അതത്രേ ഉള്ളൂ. പദയാത്രയായിട്ട് പോകണം. പിന്നെ അപ്പൊ ഈ പദയാത്രയും ഈ തീർത്ഥയാത്രയും തമ്മിൽ എന്നാ വ്യത്യാസം? ഒരുപാട് വ്യത്യാസമുണ്ട് മോനെ സണ്ണിക്കുട്ടി. നീ ഇപ്പൊ ഒരു പുണ്യ സ്ഥലത്തേക്ക് നടന്നിങ്ങനെ പോവുകയാണ്. കുറെ ദൂരം നടന്നു കഴിയുമ്പോ നിന്റെ വായിന്ന് പദ വരും. വരുമോ? അതാണ് പദയാത്ര. അഥവാ പദ വന്നില്ലെങ്കിൽ അത് തീർത്ഥയാത്ര. അതിനാ കുറച്ചുകൂടെ പുണ്യമൊക്കെ കിട്ടുന്നത്. അപ്പൊ പദയാത്ര ആയിരിക്കും വന്നിരിക്കുന്നത്. മുടി വെട്ടാൻ നോക്കണം. ഇതിന്റെ ഒന്നും പോകേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ അച്ഛനെ വിളിച്ചൊന്ന് വെഞ്ചരിപ്പിച്ചാൽ പോരാന്നോ? ഞാൻ കണ്ണൂടി നിർത്തിയല്ലോ. അച്ഛനെ വിളിച്ച് വഞ്ചിരിപ്പിക്കാനോ? നീ അച്ഛനെ വിളിച്ച് ഞാൻ വെഞ്ചരിപ്പിച്ചിട്ട് വേണം എന്റെ നെഞ്ചരിയാൻ. എന്തിന്? പള്ളിയുടെ പണി നടക്കുക, സംഭാവന ചോദിക്കും. എന്റെ പൊന്നു മനുഷ്യൻ, നിങ്ങൾ ദൈവത്തെ ഓർത്തിങ്ങനെ എന്നെ ഒരിക്കലും കൊണ്ടുപോകാൻ നോക്ക്. അതെ, ഞാൻ ഈ തമിഴൊക്കെ പറയേണ്ട അങ്ങോട്ട് ഇല്ലെങ്കിൽ തമിഴ് നമുക്ക് ഈ വെള്ളക്കാനം പള്ളിയിൽ പോയി മുടി വെച്ചാൽ പോരെ. പറഞ്ഞാലും പള്ളിയാണോ നേർച്ച പറഞ്ഞിരിക്കുന്നത്? വേളാങ്കണ്ണി പള്ളിക്ക് മുടി ഇറക്കണമെന്നല്ലേ നേർച്ച അത് പറഞ്ഞിരിക്കുന്നത്? തമിഴ് അറിയാമോ നമുക്ക്? തമിഴ് പഠിക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ ജോസൂട്ടിയില്ലേ ഓട്ടോക്കാരൻ, ജോസൂട്ടിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് തമിഴ്നാട്ടിൽ വരെ പോകുന്നുണ്ട്. അപ്പൊ നിനക്കറിയാവുന്ന ഒന്ന് രണ്ട് തമിഴൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചായിരുന്നെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ വരുമോ? അവൻ വരുമോ എന്ന് ചോദിച്ചാൽ അവൻ വരും. പിന്നെ ഒന്ന് പറയും. ജോസൂട്ടി വന്നല്ലോ. അടുക്കളയിലോട്ട് കെട്ടിയിട്ടാ നിന്റെ അത്തെ കാണുമ്പോൾ ഇത് തന്നെ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. ഇത് ആർക്കാന്ന് ഉണക്കാൻ പറ്റുന്നത് ഒരൊറ്റ വീക്കാൻ പറ്റിയിരുന്നു. വണക്കം, നമസ്കാരം. അങ്ങനെ പോകാനുള്ള റെഡിയൊക്കെ ആയിരിക്കും. മോളും എന്റെ അടുത്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഇറങ്ങിയ കമ്പുടനെ അങ്ങ് പോയേക്കാം. പിന്നെ തമിഴ്നാട്ടിലോട്ടാ പോകുന്നത്. തമിഴ് വല്ലതും അറിയാമോ? അല്ല, അതിനല്ലേ നിന്നോട് വരാൻ പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ ഞങ്ങൾ കാര്യമുള്ളൂ. ഒന്നോ രണ്ടോ വാക്കുകൾ പഠിച്ചു കഴിയുമ്പോഴേ നമ്മൾ തമിഴ് പഠിച്ചു കഴിഞ്ഞിരിക്കും. നിസ്സാരമല്ലേ? നമ്മൾ ഇവിടെ നേരെ തമിഴ്നാട്ടിൽ ഇറങ്ങുമ്പോ ഒരു പുരുഷനെയാണ് കാണുന്നതെങ്കിൽ നമ്മൾ ആദ്യം അണ്ണേ വണക്കം, അണ്ണേ അണ്ണേ. പെണ്ണുങ്ങളാണ് പെണ്ണെ ഞാൻ പറയാം. പെണ്ണുങ്ങളാണെങ്കിൽ അക്ക, അണ്ണേ, അക്കെ. ഈ രണ്ട് വാക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം പഠിച്ചു. നമ്മൾ അവിടെ ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് എങ്ങനെയാണ് അവര് പറയുന്നത്? നിസ്സാരമായിട്ട് പറയാമല്ലോ. നമ്മളിപ്പോ ആണെങ്കിലാണ് കാണുന്നെങ്കിൽ അണ്ണാ കൊഞ്ചം തണ്ണി തരുമാ. അത് ശരി. കുഞ്ചൻ തണ്ണി ചോദിച്ചാൽ കുഞ്ചനല്ലേ കിട്ടും. കൊഞ്ചം. നീ എവിടെ പോകുന്നു? വേളാക്കണ്ണി. എന്തിനാ പോകുന്നത്? ഇവന്റെ മുടി ഇറക്കണം. അവിടെ നേർച്ചയാ. കള്ളുകൂടി നിർത്തിയ വേളാക്കണ്ണി നേർച്ച പറഞ്ഞിട്ടാ. ഇനി അവിടെ പോയി മുടിയൊക്കെ ഇറങ്ങി സുന്ദരനാക്കണം. എന്റെ ചെറുക്കനെ നോക്കി എന്തോ ഈ പറയുന്നത്? അയ്യോ, തമിഴ് അറിയത്തില്ലല്ലേ? ഈ മൂഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ മുഖം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ യാത്രയും അങ്ങനെ ആകുമോന്നാ എന്റെ പേടി. അപ്പച്ച നമുക്ക് ഈ യാത്ര ഒരു രണ്ടാഴ്ചത്തേക്കിനും മാറ്റി വെച്ചാൽ അല്ല, ഈ മുടിയായിട്ട് കൃഷി ഓഫീസിൽ ചെല്ലുവാണെങ്കിൽ ജനിച്ച വളർത്താനുള്ള ചിലപ്പോൾ ലോൺ കിട്ടിയേ. അതുകൊണ്ട് പറഞ്ഞത് അപ്പച്ച അവൻ പറഞ്ഞതൊക്കെ തെറ്റല്ലോ കേട്ടോ. മുടിയും പറഞ്ഞുകൊണ്ട് വൃത്തിയും മെനയും കണ്ട് നടക്കുന്നു. പോത്തിറച്ചി മറ്റേ ഒരു 4 പേർക്കുണ്ടാണ് ചോറ് എടുക്കണം കേട്ടോ. തന്നിച്ചിന് പോത്തിറച്ചി വലിയ ഇഷ്ടമാണ്. ട്രെയിനിൽ ഇരുന്ന് തിന്നാം. പിന്നെ നമ്മളൊരു 4 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുത്തുള്ളൂ. പിന്നെ വേളാങ്കണ്ണിയിൽ അവിടെ നിന്ന് താമസിച്ചു പിന്നെ മുടി ഇറക്കിയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് 4 ദിവസം കഴിയും. അയ്യോ, എന്റെ കോഴി പട്ടിണിയായി പോകും. അതിന് ആ കോഴീനെ കൂടെ കൊണ്ടുപോകാൻ കോഴിയെ മാത്രം ആടിനെ താറാവിനെ കൂടെ എടുത്ത് വണ്ടി എടുത്ത് കയറ്റാം. ഈ കോഴിയും താറാവിനെയും ആടിനെയൊക്കെ ഈ വണ്ടിക്കകത്ത് കയറ്റാൻ ഇവിടുന്ന് നോഹയുടെ പെട്ടകോ? ഇത് ജോസുകുട്ടിയുടെ ഓട്ടയാണ്. അമ്മച്ചി കയറി. നിനക്ക് നാണമുണ്ടോ? നിനക്ക് നാണമുണ്ടോ? ആ കൊച്ചിന്റെ റായു എടുത്ത് തലേ വെച്ചോണ്ട് നടക്കുന്നു. മനുഷ്യനെ കൊണ്ട് കളിയാക്കാനാണോ? ആ റായെടുത്ത് മട്ട. അയ്യോ, ആയല്ല. രാവിലെ നാക്ക് വെച്ചിട്ട് അങ്കിളിൽ എനിക്കൂടെ തരുമോ? ആരും കൂട്ടം തെറ്റി പോകരുത്. കൂട്ടിച്ചൊക്കെ കേണം. ഈ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. ഇപ്പൊ ഇവിടെ വരും. അവൾ ഇവിടെ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നു. യുവർ അറ്റൻഷൻ പ്ലീസ്. അപ്പൊ ചെന്നിരിക്കുന്നത് അല്ല, അവര് പറഞ്ഞ അറ്റൻഷനായിട്ട് നിൽക്കാൻ. അയ്യോ, അറ്റൻഷൻ എന്ന് പറഞ്ഞൊന്ന് ശ്രദ്ധിക്കൂ എന്നാണ് പറഞ്ഞത്. ഇടാ, ഇത് കേൾക്കുമ്പോ ഞാൻ വേറൊരു കാര്യം ഓർക്കുന്നത്. എന്താ?
എന്റെ മൂത്ത ചേട്ടൻ ഒരു പാപ്പി ഉണ്ടായിരുന്നു, പട്ടാളത്തിലായിരുന്നു. ഒരു പ്രാവശ്യം ലീവിന് വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പാളം ക്രോസ് ചെയ്തപ്പം പാളത്തിന്റെ നടുക്കെത്തിയപ്പോ ഈ അറ്റൻഷൻ കേട്ടു. പഴയ പട്ടാളക്കാരല്ലേ, അറ്റൻഷൻ അടിച്ച് ഒറ്റ നിപ്പായി. എന്നിട്ട് ഉരുള കയറി ഇറക്കിയാണ് പോയി. അപ്പൊ ഈ വീട്ടിൽ കണ്ട ഓടിയ മോഹം കണ്ട് ഇരിക്കും ഊപ്പാട് തീർത്ത് ഇങ്ങനെയൊക്കെ ഇരിക്കുക. എവിടാ കൊണ്ടെന്ന് വെച്ചാൽ അവിടെ പോയി നോക്ക. ഉഴുന്ന് പലയിടത്തും കൊണ്ടുവച്ചിട്ട് ഞങ്ങളോടാണ് ചോദിക്കുന്നത്. ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. അത് ശരിക്കും ഉഴുന്ന് പടയെന്ന് പറഞ്ഞാ എടാ അത് ശരിക്കും പറയണം. ഞാനൊരു കാര്യം മറന്നുപോയി. യൂസുട്ടി, അത്യാവശ്യമായിട്ട് നീ ഓട്ടോ ഒന്ന് വീട്ടിലോട്ടൊന്ന് വിടണം. അതെന്തിന്? ബൈബിൾ എടുക്കാൻ വിട്ടുപോയത്. അയ്യോ ദൈവമേ, ബൈബിൾ എടുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് കൊണ്ട് ഇറങ്ങിയത്. നീ എന്തിനാ ബൈബിൾ എടുക്കുന്നത്? അതല്ല, ഞാൻ ബൈബിൾ എടുക്കണം. വേറെ വല്ല അത്യാവശ്യം കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്, നമുക്ക് അവിടെ എടാ അതല്ല ഞാൻ പറഞ്ഞു വന്നത്. ബൈബിൾ എടുക്കണം. ബൈബിൾ എടുക്കാൻ ഞാൻ ബൈബിളിന്റെ കാര്യമൊക്കെ ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്കും തമിഴിന്റെ തെലുങ്കിന്റെ ഇംഗ്ലീഷിന്റെ ബൈബിളൊക്കെ അവിടെ കാണുമല്ലോ. അവിടെ മേടിച്ചോണ്ട് വന്നാൽ മതി. മലയാളം ഒന്ന് വായിക്കാതെ മലയാളം ഇംഗ്ലീഷ് വായിക്കാം. കേട്ടോ വിളിക്കണം കേട്ടോ. അപ്പൊ ഓക്കെ ബൈ, ഓക്കെ. മാറിപ്പോയോ? ആണോ ഉണ്ടോടാ നിനക്ക്? കോട്ടും സൂട്ടും ഇട്ടോണ്ട് തീറ്റി തീറ്റി എന്നും പറഞ്ഞ് ഞങ്ങളോടൊന്ന് കഴിച്ചിട്ട് ചോറ് ശകലം തീറ്റി ഇട്ടോട്. തീറ്റി വയ്ക്കാൻ വരുന്നതാ കോഴിക്കുഞ്ഞു. കുടുംബത്തോടെ ഇറങ്ങിയിരിക്കുകയാണ് കളിയാക്കാൻ. എന്താ മാന്യന്മാരെ? എന്താ ഇവിടെ ഞാൻ ട്രെയിനിൽ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന ആളാ. ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ ഓരോരുത്തരും 4000 വെച്ച് ഫൈൻ അടയ്ക്കേണ്ടി വരും. നിന്നോടൊക്കെ ഒരു 100 തവണ ഞാൻ പറഞ്ഞു ബൈബിൾ എടുക്കണം, ബൈബിൾ എടുക്കണം. എന്തിന്? ആ ബൈബിളിനകത്തിരിക്കുമല്ലോടി നമ്മളെല്ലാം ടിക്കറ്റ്. അപ്പൊ ഞാൻ ഏറ്റവും മുടി അത് റെയിൽവേ പോലീസുകാർ വെട്ടിക്കോളും.